ഹായ് ഫ്രണ്ട്സ്, സുദേശ് മെഗാ ക്വിസ്, അക്ഷരമുറ്റം ക്വിസ്, സോഷ്യൽ സയൻസ് ക്വിസ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഇന്ത്യയിൽ ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത? കർണം മല്ലേശ്വരി. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത? കർണം മല്ലേശ്വരി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരായിരുന്നു? ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരായിരുന്നു? ശ്യാം ശരൺ നേഗി. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കൽ. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കൽ. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോൾ? 1993 ഡിസംബർ 3. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോൾ? 1993 ഡിസംബർ 3. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പം ആണ് കാണുന്നത്? കുടുംബശ്രീ. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? കുടുംബശ്രീ. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത്. ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഡി. ഉദയകുമാർ. ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഡി. ഉദയകുമാർ. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ്? ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ്? ആരവല്ലി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? മുതിരപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? മുതിരപ്പുഴ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്? വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്? വിക്രം സാരാഭായ്. സൂര്യനെ പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ആദിത്യ L1. സൂര്യനെ പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ആദിത്യ L1. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഏതു യാത്രാ വിവരണമാണ് 2026 70 വർഷം ആഘോഷിച്ചത്? പാതിരാ സൂര്യൻ്റെ നാട്ടിൽ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഏതു യാത്രാ വിവരണമാണ് 2026 70 വർഷം ആഘോഷിച്ചത്? പാതിരാ സൂര്യൻ്റെ നാട്ടിൽ. PR ശ്രീജേഷ് ഏത് ദേശീയ കായിക താരമാണ്? ഹോക്കി. PR ശ്രീജേഷ് ഏത് ദേശീയ കായിക താരമാണ്? ഹോക്കി.
അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? മെയ് 1. അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? മെയ് 1. മനുഷ്യന് ഒരു ആമുഖം ആരുടെ നോവലാണ്? സുഭാഷ് ചന്ദ്രൻ. മനുഷ്യന് ഒരു ആമുഖം ആരുടെ നോവലാണ്? സുഭാഷ് ചന്ദ്രൻ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയും പട്ടികപ്പെടുത്തുന്നതിനായി IUCN നിർമ്മിച്ച പുസ്തകം ഏത്? റെഡ് ഡാറ്റ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയും പട്ടികപ്പെടുത്തുന്നതിനായി IUCN നിർമ്മിച്ച പുസ്തകം ഏത്? റെഡ് ഡാറ്റ ബുക്ക്. ഭൂമിയുടെ അന്തരീക്ഷമർദ്ദം അളക്കാനുപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. ഭൂമിയുടെ അന്തരീക്ഷമർദ്ദം അളക്കാനുപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. പാലിൻ്റെ ശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ. പാലിൻ്റെ ശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏത്? യുറാനസ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹമേത്? യുറാനസ്. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ. ലോക സമുദ്ര ദിനം എപ്പോൾ? ജൂൺ 8. ലോക സമുദ്ര ദിനം എപ്പോൾ? ജൂൺ 8. ഏറ്റവും ആഴമേറിയ സമുദ്രം ഏത്? പസഫിക് സമുദ്രം. ഏറ്റവും ആഴമേറിയ സമുദ്രം ഏത്? പസഫിക് സമുദ്രം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? നീണ്ടകര. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? നീണ്ടകര. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? വരയാട്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? വരയാട്. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം? നൈട്രജൻ. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എപ്പോൾ? സെപ്റ്റംബർ 16. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എപ്പോൾ? സെപ്റ്റംബർ 16. ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞ. ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞ. പകലും രാത്രിയും മാറി മാറി വരാൻ കാരണമാകുന്ന ഭൂമിയുടെ ചലനം ഏത്? ഭ്രമണം. പകലും രാത്രിയും മാറി മാറി വരാൻ കാരണമാകുന്ന ഭൂമിയുടെ ചലനം ഏത്? ഭ്രമണം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? വയനാട്. ലോകത്തിൽ മരുഭൂമിയില്ലാത്ത ഭൂഖണ്ഡം ഏത്? യൂറോപ്പ്. ലോകത്തിൽ മരുഭൂമി ഇല്ലാത്ത ഭൂഖണ്ഡം ഏത്? യൂറോപ്പ്. വസ്ത്രനിർമ്മാണ രംഗത്ത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്ന നാണ്യവിള ഏതാണ്? പരുത്തി. വസ്ത്രനിർമ്മാണ രംഗത്ത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്ന നാണ്യവിള ഏതാണ്? പരുത്തി. ബാണാസുര അണക്കെട്ട് ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. ബാണാസുര അണക്കെട്ട് ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം? ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം? ബംഗ്ലാദേശ്. തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? UA ഖാദർ. തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? UA ഖാദർ. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യ
രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കേരളം രൂപീകൃതമായത് എപ്പോൾ? 1956 നവംബർ 1. കേരളം രൂപീകൃതമായത് എപ്പോൾ? 1956 നവംബർ 1. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതി. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം? ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഗ്രാമതല സ്ഥാപനം ഏതാണ്? ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഗ്രാമതല സ്ഥാപനം ഏതാണ്? ഗ്രാമപഞ്ചായത്ത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളികളുടെ എണ്ണം? 17. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളികളുടെ എണ്ണം 17. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമേത്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഹരിയാന. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഹരിയാന. ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ രചനയാണ്? OV വിജയൻ. ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ രചനയാണ്? OV വിജയൻ. മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ടിപ്പു സുൽത്താൻ. മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ടിപ്പു സുൽത്താൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം? വൂളാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം വൂളാർ തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ഏത്? ബുദ്ധമയൂരി. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ഏത്? ബുദ്ധമയൂരി.